പുത്തനുടുപ്പിട്ട് പൊട്ടു തോടിപ്പിച്ച് നിന്നെ ഒരുക്കിയിലേ പള്ളിക്കൂടത്തിന്റെ ഇല്ലിപ്പടി വരെ കൂടെ വന്നീലേ. അച്ഛൻ വന്നിട്ട് അച്ഛനെ കണ്ടു, അച്ഛൻ ചിരിച്ചു, എന്റെ കയ്യിൽ നിന്ന് പോയി. നീയൊന്നു പാടിയാൽ ആരാരും കാണാൻ. സാധാരണ അടുക്കള വഴി കൂടെ കയറി പെണ്ണുമ്പഴി സാധനം കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞാനത് ഫസ്റ്റിലേക്ക് നോക്കി എന്തോ ഒരു പന്തികൾ എനിക്ക് തോന്നി. പിന്നെ കുഞ്ഞ് പാട്ട് പാടി അത്രേ ഇങ്ങനെ വന്നപ്പം അല്ലെങ്കിൽ എന്തോ മനസ്സിലൊരു സന്തോഷം കൊണ്ടങ്ങ് ഇതായിപ്പോയി. സുന്ദരി വാവയല്ലേ കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതം വിളി മയങ്ങുക. അച്ഛനെ വൈറലാക്കിയ മോനും മോനെ വൈറലാക്കിയ അച്ഛനും. അതെ, അതാണ്. പിന്നെ ചില കുട്ടികളൊക്കെ സംസാരിക്കും. പ്രണയാഭ്യർത്ഥനകളൊക്കെ വരാറുണ്ടോ അമ്മ? പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനത്തെ മെസ്സേജൊക്കെ ആൾക്കാർ പറഞ്ഞറിയാതെ അമ്മയോടും അത് പറയണേന്നാണ് ഞാൻ രണ്ടുപേരോടും പറയുന്നത്. അമ്മയ്ക്ക് വേണ്ടി പാട്ടുപാടി, അച്ഛന് വേണ്ടി പാട്ടുപാടി, 2 പേർക്ക് നമ്മൾ പാട്ടുപാടി. ഇനി എനിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്, ആങ്കർക്ക് വേണ്ടി ഒരു പാട്ട്. എന്നെ നോക്കിയിട്ട് അച്ഛൻ എന്തൊക്കെയോ പറയണു. ഉന്നോടു നെഞ്ചം ഉറവാടും വേളை തണ്ണീർ കമലം താനാ മുഖം കാട്ട് നീ മുഴുവൻ പനി മൂടാതെ നീ. എല്ലാ കുഞ്ഞുങ്ങളും അവരവരുടെ അച്ഛനെയും അമ്മയും സംരക്ഷിക്കണം. അവരുടെ നേരെ എപ്പോഴും ഒരു കണ്ണ് വേണമെന്നുള്ളതാണ്. കുഞ്ഞിനെ പോലെ എന്തുമാത്രം കരുതിയാണ് നമ്മൾ വളർത്തിയത്. ആ ഒരു ചിന്താഗതി എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണം. എല്ലാവരും മാതാപിതാക്കളെ സംരക്ഷിക്കണം. ഒരു പൂവിൻ്റെ പേരിൽ നീ ഇളനീതരായും ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നു ഇനി നിമിഷം വാചാലം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായ ഒരു താരമാണ്. ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു പാട്ട് പാടി, എന്നിട്ട് ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാ അച്ഛന്മാരുടെയും അമ്മമാരുടെയും എല്ലാവരുടെയും സ്നേഹം ലൈക്കിലൂടെയും ഷെയറിലൂടെയും ഒക്കെ ആളങ്ങ് കൊണ്ടുപോയി. അതെ, നമ്മുടെ കൂടെ ഉള്ളത് ഗോകുൽ കൃഷ്ണനാണ്. നമസ്കാരം. നമസ്കാരം. ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു പാട്ട് പാടി, ആ പാട്ട് ഇപ്പോൾ 11 മില്യണും കഴിഞ്ഞ് അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ലൈക്കും ഷെയറും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്നേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ തോന്നുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ഇത്ര ഹിറ്റാന്ന് പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കമൻറ്റ് വരുന്നുണ്ട്, ഒരുപാട് ഡയറക്റ്റ് മെസ്സേജും ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുടെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ആർ ക്രൈയിങ്. ആക്ച്വലി എല്ലാവരും കരയാണ്. സീരിയസ്ലി ഒരുപാട് കമൻറ്റ്സ് അങ്ങനെ വരുന്നുണ്ട്. എല്ലാവർക്കും ഹാർട്ട് ടച്ചിങ് ആയി വരുന്നുണ്ട്. കാരണം അതുപോലൊരു സ്വീറ്റ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എങ്ങനെ, ഏതൊരു മൊമെൻറ്റിലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് പാടാം എന്നുള്ളൊരു തോട്ടിലേക്ക് വന്നേ? പാട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ അമ്മയുടെ ഒരു വീഡിയോ ഞാൻ ആദ്യം ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്തിൽ ഒരുപാട് കമൻറ്റ് വന്നു, അച്ഛനൊരു പാട്ട് പാടണം. സോ അവിടെ നിന്നാണ് അച്ഛനൊരു പാട്ട് പാടണം. നമുക്ക് ആ ഒരു പാട്ട് പാടിക്കൊണ്ട് തന്നെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അച്ഛൻ്റെ പാട്ട്. പുത്തനുടുപ്പിട്ട് പൊട്ടു തോടിച്ചിട്ട് നിന്നെ ഒരുക്കിയിലേ പള്ളിക്കൂടത്തിൻ്റെ ഇല്ലിപ്പടി വരെ കൂടെ വന്നീലേ നീ ചിരിക്കും നേരം അച്ഛൻ്റെ കണ്ണിൽ ചിങ്ങനിലാവല്ലേ നീയൊന്നു പാടിയാൽ ആരാരും കാണാതെ നെഞ്ചം വിങ്ങൂലേ മണിമുകിലോളം മകൻ വളർന്നാലും അച്ഛൻ്റെ ഉള്ളിലെന്നും അവനൊരു താമരത്തുമ്പിയല്ലേ ചെല്ലക്കുറുമ്പു കാട്ടി ചിണുങ്ങുന്ന ചുന്ദരി വാവയല്ലേ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെ പെൺകുട്ടികളാണ് കുറച്ചും കൂടി ഇങ്ങനെ എക്സ്പ്രസീവ്, അല്ലെങ്കിൽ അച്ഛൻ പെൺകുട്ടികളുടെ ആണെന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പാട്ടിന്റെ ലിറിക്സ് തന്നെ മാറ്റിക്കൊണ്ടാണ് ഗോകുൽ പാട്ട് കൊണ്ട് വരുന്നത്. അപ്പോഴാണ് അച്ഛൻ മകൻ എന്തൊരു കണക്ഷൻ അല്ലെങ്കിൽ അത് ഫീൽ ചെയ്തത്. ശരിക്കും അച്ഛൻ വരുന്നത് വെയിറ്റ് ചെയ്ത് നിന്നെടുത്ത വീഡിയോ തന്നെ ആയിരുന്നോ? അതെ അതെ, അത് ഞാനും അമ്മയും കൂടെ ഒരു പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു അച്ഛൻ വരുമ്പോൾ കഥ നടച്ചിട്ടേക്കണം, അപ്പം സർപ്രൈസ് വേണം, എനിക്ക് ഫുള്ള് സർപ്രൈസ് മതി, എന്താണ് പ്രതികരിക്കുന്നത് മുന്നോട്ട് പറയണ്ട. കഥ തുറന്നു വന്നു, മീനൊക്കെ ഉണ്ട് കയ്യില്, മീനെ കൊണ്ട് വെച്ചു. അപ്പൊ ഇങ്ങനെ നോക്കും എന്തോ കാണിക്കാൻ വരുന്നുണ്ട്. അപ്പോഴാണ് ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ പാട്ടാണ്. പിന്നെ അച്ഛന്
ഞാൻ പാടുന്ന കേട്ട് അച്ഛനെ സങ്കടം വന്നു. അച്ഛൻ പിന്നെ ബാക്കി കണ്ടതെല്ലാം അച്ഛൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക വികാരമാണ് കണ്ടത്. അത്രയും പ്രതീക്ഷിച്ചിരുന്നോ പാടിക്കൊണ്ടിരിക്കുന്നു അച്ഛൻ ഇങ്ങനെ എക്സ്പ്രഷൻ? അപ്പൊ എന്തായിരുന്നു ആ ഒരു ഇല്ലില്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ പാട്ട് കിട്ടി. എനിക്ക് പാട്ട് ആദ്യം പ്ലാൻ ചെയ്തത് മറ്റേ സൂര്യനെ തഴുകി ഉറക്കം മുഴത്തും ആ പാട്ടായിരുന്നു. എനിക്കതൊരു ചെറിയൊരു ഓഫ് ബീറ്റായിട്ട് തോന്നി. അപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാം ചുമ്മാ തോണ്ടിക്കിടന്നപ്പോൾ ഒരു പാട്ട് കണ്ടു. അങ്ങനെയാണ് കിട്ടും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറയാണ്, അമ്മ എനിക്കൊരു പാട്ട് കിട്ടി, ഞാൻ കേൾപ്പിക്കട്ടെ, ഇതാണ് കറക്റ്റാണ്. അപ്പോൾ ഞാനിപ്പം കുറേ ടേക്കൊക്കെ എടുത്തത്, അത് അച്ഛൻ വരുമ്പോൾ ഇങ്ങനെ പാടണം, എല്ലാം പ്ലാൻ ചെയ്തു. എന്നിട്ട് അച്ഛൻ വന്നിട്ട് അച്ഛനെ കണ്ടു, അച്ഛൻ ചിരിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് പിന്നെ പറ്റണില്ല. അപ്പോൾ പിന്നെ അച്ഛൻ്റെ കണ്ണോട് പറഞ്ഞാൽ എനിക്കങ്ങ് പോയി, എൻ്റെ ശബ്ദം ഇടയ്ക്ക് നിറഞ്ഞു, ഞാൻ പിന്നെ ടീച്ച് നിന്ന്. ലാസ്റ്റ് ഫ്രെയിമിലേക്ക് ഗോകുലും കൂടെ വരുമ്പോഴത്തേനുള്ള ആ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ തന്നെ ഇത് എത്ര പേർക്ക് ഷെയർ ചെയ്തോന്ന് എനിക്കറിയില്ല. അത്ര അപ്പം അച്ഛൻ ആ ഒരു, അതായത് വീഡിയോ കണ്ട് നമ്മൾ അത്രയും വീഡിയോ നിർത്തി കഴിഞ്ഞില്ല, പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത്? കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റ ഓട്ട് ഓടി. എന്ന് വെച്ചാൽ എനിക്കറിയാം ഞാൻ അവിടെ നിന്നൊക്കെ അറിയും. അച്ഛൻ പിന്നെ അവിടെ എന്തൊക്കെ പറഞ്ഞു, ഞാനപ്പോൾ ഓടി, ഞാൻ കണ്ണു നിർത്തി ഓടി. ഇന്ന് കഴിഞ്ഞൊക്കെ അറിയാമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതാണ് സംഭവിച്ചത്. എനിക്കൊന്ന് അമ്മയുടെ ഒരു വീഡിയോ എടുത്തതിന് ശേഷമാണ്, അതും അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു എങ്ങനെയായിരുന്നു അച്ഛൻ? എനിക്ക് കമന്റ് ബോക്സിൽ ഒരുപാട് അച്ഛൻ എവിടെ, അച്ഛൻ ഒരു പാട്ട് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ ഇത് പ്ലാൻ ചെയ്തത്? ആ വീഡിയോക്ക് ശരിക്കും അച്ഛൻ ലാസ്റ്റ് വരുന്നുണ്ട്. അതും ആ വീഡിയോക്ക് അച്ഛൻ അൺഎക്സ്പെക്ടഡ് എൻട്രി ആണ്. അച്ഛൻ അറിയുന്നില്ല എന്തോ നടക്കുന്നത്. അച്ഛൻ ഇങ്ങനെ പതുക്കെ പുറത്തോട്ട് പോകും, തിരിച്ച് കയറി വന്നിട്ട് നോക്കുമ്പോഴാണ് എന്തോ സംഭവിക്കുന്നുണ്ട്. ഞാൻ മണ്ടൊക്കെ ഒരു ലൈനൊക്കെ എഴുതിയിട്ടിരുന്നു അച്ഛന് പാട്ടില്ലേ മോനെ. അപ്പോൾ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ കമന്റ് ഇട്ടിരുന്നു, അന്ന് അച്ഛൻ ഇനി പാട്ട് പാടണം. അങ്ങനെയാണ് ഈ ഒരു പ്ലാനിലേക്ക് വരുന്നത്. എന്തായാലും അച്ഛന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി, അങ്ങനെ 2 പാട്ടുകളുണ്ട്. ഇനി അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏത് പാട്ട് പാടും? ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ. അച്ഛൻ്റെ അമ്മയുടെ ഞാനിപ്പോൾ അച്ഛനും അമ്മയും തിങ്ക് ചെയ്തിട്ടൊരു പാട്ട് പാടാം. അപ്പം അച്ഛനും അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ പാട്ടുന്നത്, വെണ്ണിലാവ് കണ്ണു വെച്ച വെണ്ണക്കൂടമേ, കന്നി വെയിലും വെച്ച പാദസരമേ, എൻ്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിൽ നിന്നും മുത്തെടുത്ത മുത്തുമണിയേ, മിന്നാവിൻ്റെ കണ്ണും നട്ട് കണ്ണാന്തുമ്പി കണ്ണും നട്ട് കിന്നാരം പറയേണ്ടേ പൊന്മകനെ. അവരുണ്ട് വന്നപ്പോഴത്തേനും കയ്യിൽ നിന്ന് പോയെന്നൊക്കെ. ഓ അമ്മ, അച്ഛാ നമസ്കാരം. ഒരു പാട്ട് 2 പേർക്കും വേണ്ടിയിട്ട് ഓരോ പാട്ടുകൾ ഇൻസ്റ്റഗ്രാമിൽ അങ്ങ് ഇട്ടു, നമ്മളെല്ലാവരും അങ്ങ് ഏറ്റെടുത്തു. നമുക്ക് ഒരുപാട് സന്തോഷമാണെന്ന് കണ്ടപ്പോൾ തോന്നിയത്. അപ്പം അച്ഛൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ 11 മില്യൺ കഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ അതിനകത്തൊരു സർപ്രൈസ് എൻട്രി നടത്തി, പെട്ടെന്ന് ഇമോഷണൽ ആയി. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു വീഡിയോയുടെ പിന്നിൽ, അല്ലെങ്കിൽ ആ വീഡിയോ എങ്ങനെയായിരുന്നു അച്ഛന്? അത് സംഭവം പറഞ്ഞാൽ ഇത് ഞാൻ കരുതി കൂട്ടിയൊന്നും വന്നതല്ല, അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്തെങ്കിലും വീട്ടിൽ മേടിച്ചോണ്ട് വരും. അന്ന് മേടിച്ചോണ്ട് മീനാൻ മേടിച്ചോണ്ട് വന്നു. ഞാൻ സാധാരണ അടുക്കള വഴി കൂടെ കയറി വരുന്നത്, പെണ്ണുമ്പഴി സാധനം കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞാനത് ഫസ്റ്റിലേക്ക് നോക്കി, എന്തോ ഒരു പതിവ് എനിക്ക് തോന്നി. പിന്നെ കുഞ്ഞ് പാട്ട് പാടി അത്രയേ ഇങ്ങനെ വന്നപ്പം അല്ലെങ്കിൽ എന്തോ മനസ്സിലൊരു സന്തോഷം കൊണ്ടങ്ങ് ഇതായിപ്പോയി. പിന്നെ ലാസ്റ്റ് ആ പല്ലവി പാടിയപ്പോഴത്തെ എനിക്ക് അതാകുമ്പോൾ കൂടുതൽ എനിക്ക് ഹൃദയത്തിൽ അതിനെ ഇങ്ങനെ വെച്ച് കണ്ണൊക്കെ നിറഞ്ഞു. എനിക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങളോട് അങ്ങനെയല്ല, 2 പേരോടും ഒരുപാട് നമുക്കും അത് ആ ഒരു സ്നേഹം കണ്ടപ്പോൾ, കാരണം ഞങ്ങൾ പെൺകുട്ടികൾക്കൊക്കെയാണ് അച്ഛന്മാരോട് ഇത്ര സ്നേഹം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു നടന്നിരുന്നു. അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അച്ഛന്മാരിങ്ങനെ പ്രകടിപ്പിക്കാറില്ല. പക്ഷെ ആ ഒരു വീഡിയോയിൽ അച്ഛൻ്റെ കണ്ണൊക്കെ നിറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനെ തന്നെ ആ ഒരു സ്ഥാനത്ത് കാണാൻ പറ്റി. അമ്മ, അപ്പോൾ ഈ ഒരു പ്ലാനിങ്ങിൻ്റെ പിന്നിൽ അമ്മയുണ്ട്. കാരണം അമ്മയാണ് ആ അച്ഛൻ വരണ സമയം ഇങ്ങനെയൊക്കെ നോക്കിയിട്ട്. അപ്പം അമ്മ എങ്ങനെയാണ് അച്ഛൻ വരണുണ്ട്, ഈ വഴി വരും, അങ്ങനെയൊക്കെ പറഞ്ഞോ? അങ്ങനൊന്നും പറഞ്ഞില്ല. ഞാൻ ഗൂഗിളിൽ വന്ന ഉടനെ എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ അച്ഛന് വേണ്ടി ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെയുണ്ട് അമ്മ ചോദിച്ചു. എന്നെ കേൾപ്പിച്ചാൽ ഞാൻ കൊള്ളാൻ പോനേന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കാത്തിരിക്കുക, വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുക. പിന്നെ എന്നോട് പറഞ്ഞു, അമ്മയെ കഥ അടച്ചിട്ടേക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, മോനെ അച്ഛൻ കയറി ഞാനങ്ങ് മാറണോന്ന് ചോദിച്ചു. ഞാൻ അമ്മ മാറൊന്നും വേണ്ടേ, അമ്മയോടൊക്കെ നാച്ചുറലായിട്ട് നിന്നോളാൻ പറഞ്ഞു. പിന്നെ എന്നിട്ട് ഞാൻ കാത്തുനിന്ന് ഇപ്പോന്ന് വെച്ചാൽ കാർ ലോക്ക് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കണം. അതിന് ഞാൻ വെളിയിൽ ഇറങ്ങി കുറെ നേരം നോക്കി നിൽക്കും, അതൊന്നും വരുന്നില്ല. ഒരു 8 ആയപ്പോഴത്തേക്ക് അവിടെ ലോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടു. ഏറ്റവും സ്ലോ മോലല്ലേ വന്നത്, അത് തന്നെ. എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ കഥക് ചാരിയിട്ട് ഇങ്ങനെ വരെ കയറി. അന്നേരം പിന്നെ പതുക്കെ വന്നു, സാധനമൊക്കെ തന്നു.
പിന്നെ അകത്ത് അങ്ങനെ മുറിയില്ലേ പാട്ട് അച്ഛനങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴാ അപ്പോഴച്ഛന് മനസ്സിലായി എൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് മോൻ ഇതുപോലെ തന്നെയാ കാണിച്ചേ. എനിക്കിട്ട് എന്തോ വരുന്നുണ്ട്. പിന്നെ പാട്ട് കണ്ട് കഴിഞ്ഞപ്പോ അച്ഛന്റെ കണ്ണൊക്കെ നിറയുന്നു. ഞാൻ ഇന്നലെ അവിടെ നൈസായിട്ട് അമ്മ സൈഡ് നിൽക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് മാറി. അപ്പൊ ചിലപ്പോ ഞാനൂടി ഇനി അങ്ങോട്ടങ്ങ് ചെന്നേന്ന് ഓർത്താ ഞാൻ മാറി സീനാകണ്ട. അത് കഴിഞ്ഞ് പെട്ടെന്നാ പക്ഷെ ഗൂഗിൾ അച്ഛനെ പിന്നെ കെട്ടിപ്പിടിക്കുന്നതും അതൊക്കെ പെട്ടെന്ന് നടന്നൊരു സംഭവം. അത് അങ്ങനെ. എങ്ങനെയാണ് ഗോകുല് വീട്ടിൽ എപ്പോഴും ഇങ്ങനെ പാട്ട് ബഹളം അങ്ങനെ? പിന്നെ പാട്ടാ. ഇപ്പോഴാണ് തന്നെ ജോലി കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകിട്ട് വരും. വന്നു കയറുന്നു, അവനിട്ടുന്ന ഡ്രസ്സൊക്കെ ഷർട്ടൊക്കെ മാറ്റിയിട്ടു അന്നേരം അവൻ്റെ മുറിയിൽ കയറി പാട്ടാ. അപ്പൊ അന്നേരം ചിലപ്പോ എനിക്ക് വിഷമം വരും, ഈ കുഞ്ഞ് എൻ്റെ അടുക്കളോട്ട് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. എനിക്ക് തയ്യലുണ്ട്, അടുക്കള ജോലിയുണ്ട്. പിന്നെ അച്ഛൻ അതേപോലെ ഇവൻ എപ്പോഴും ഇതേ ഉള്ളൂടി എന്ന് ചോദിക്കും കുളിക്കുമ്പോഴല്ല. അപ്പൊ ഞാൻ പറയും ഇവൻ എന്തെങ്കിലും പാട്ട് സെറ്റ് ചെയ്യാനായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് അവനെ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അവിടെ ജോലിയുടെ അവന് നടക്കത്തില്ലല്ലോ എന്ന് പറയും. അന്ന് എൻ്റെ വീഡിയോ ഉണ്ടാക്കുന്ന ആ സമയത്ത് അന്ന് രാവിലെ അച്ഛൻ പറയുന്നുണ്ട് സ്പീക്കർ ചാർജ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, അച്ഛന് പോവുകയും വേണം. അപ്പൊ ഇവനവിടെ പാട്ടാ അവിടെ ഞാൻ കേൾക്കുന്നേ. അപ്പൊ ഞാൻ അന്നേരം ഓടി അങ്ങോട്ട് ചെന്ന് ചോദിക്കുക, എടാ നീ അത് ചാർജ് ചെയ്തോ കുത്തിയിട്ടാന്നാ ചോദിക്കുന്നേ. എന്നിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കുവേ ഇവൻ ഈ ഫോണൊക്കെ തിരിച്ച് ഇവിടെ ഇങ്ങനെ വരുന്നു. അന്നേരം ഞാൻ ചിന്തിച്ചു പാട്ട് കേൾപ്പിച്ചുകൊണ്ട് വരുവാണെന്ന്. അതാ ഇവൻ എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ തല കുലുക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പാട്ട് കൊള്ളാമോ അമ്മയെന്ന് ഇവൻ ആക്ഷൻ ചോദിക്കുകയാണെന്നാ ഞാൻ കരുതിയെ. ഞാനിതാ ഇങ്ങനെ തല കുലുക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇപ്പുറം തിരിഞ്ഞു വന്നപ്പോൾ ഇവന് അടുപ്പ് പാതകത്തെ കയറിയങ്ങിയിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവന്റെ ഫോൺ തിരിഞ്ഞു പിടിച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ വീഡിയോ എടുക്കുവാണെന്ന്. പിന്നെ എന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടാ എന്നെ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോനെ നീ എന്തോ കാണിച്ചത് എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു കേട്ടോ. അന്നേരം പറഞ്ഞു അമ്മേ ഇതിപ്പം വൈറലായിക്കൊണ്ടിരിക്കുക അമ്മേ, അമ്മയ്ക്ക് എന്നെ അമ്മേ എന്നിവനോട് പറഞ്ഞു കേട്ടോ. അമ്മ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ്. എങ്ങനെയാണ് ആരുടെയാണ് ഈ പാട്ട് എന്ന് പറഞ്ഞത്? അച്ഛനാണോ അമ്മയാണോ? ആരാണ് പാടുന്നത്? ആരുടെയാണ് ഗോകുലിന് കിട്ടിയത്? അച്ഛൻ്റെ. പാട്ട് പാടുന്നത് എൻ്റെ കൊച്ചുമോൻ പറയും എൻ്റെ അച്ഛൻ്റെ കലയെല്ലാം ചേട്ടനാ കിട്ടിയത്, ചേട്ടാമ്പൂനാ കിട്ടിയേ എന്നാ എന്നോട് പറയുന്നേ. പക്ഷെ ഞാൻ കുഞ്ഞിലേ മുതലെന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെ തറയെ വെക്കത്തില്ല, ഏണെ വെച്ചത് നടക്കുന്നത്. അന്നേരം എല്ലാം ഓരോ കാര്യങ്ങൾ ഇതിനെ പഠിപ്പിക്കുക ചെയ്യുന്ന ഞാൻ. പിന്നെ കഥകൾ പഠിപ്പിക്കും, കൊച്ചു പാട്ടുകളൊക്കെ പഠിപ്പിക്കും. നമ്മൾ പാട്ടുകാരിയെല്ലാം തന്നെ നമ്മൾ പഠിപ്പിക്കും. എന്നാൽ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഇത് പാടണം അതിന് വേണ്ടി. പക്ഷെ അത് അനുസരണയോട് നിന്നത് കേട്ട് പഠിക്കാൻ തന്നെ ഇവൻ ചെയ്യും കേട്ടോ, ചെയ്യും. എന്നിട്ട് ഇപ്പൊ ഈ കൊച്ചു പോകും പക്ഷെ നേരെ ഇച്ചിരി തിരിച്ചാ. ഇവരോട് പറഞ്ഞ മൊത്തം ഇവന് അനുസരിക്കും. അപ്പം പക്ഷെ അവന് ഇഷ്ടമുള്ള അവന് അനുസരിക്കത്തുള്ളതൊക്കെ അങ്ങനെ. എന്നിട്ട് ഇവൻ പറയുന്ന അച്ഛൻ്റെ കല മൊത്തം അവനാ കിട്ടിയത്, എൻ്റെ ചേട്ടാമ്പൂനാ കിട്ടിയത്. ഭയങ്കര വിഷമം. അന്നേരം രണ്ടുപേരും പാടും. പിന്നെ എന്നിട്ട് ഞങ്ങൾ ഇവനെ പാട്ട് പഠിക്കാൻ വിടുന്ന സമയത്ത് ചോദിക്കും മോന് പഠിക്കണ്ടേ? വേണ്ട ഞാൻ പഠിക്കുന്നില്ല എന്നാ ഞങ്ങൾ പറയത്തുള്ളൂ കേട്ടോ. ഇപ്പം പക്ഷെ പാട്ട് പാടും. അച്ഛൻ്റെ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? അച്ഛൻ ചെറുതായിട്ടൊന്ന്. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതം വിളി മയങ്ങുവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം പനിനീർ ചന്ദ്രികേ ഇനി ഈ പൂങ്കവിൾ നല്ല നീ കഴുകുവാവോ. വാവ്, അമ്മയ്ക്ക് എന്ത് സുഖമായിരിക്കും വീട്ടിലിങ്ങനെ എപ്പോഴും പാട്ടൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് അമ്മയ്ക്ക് ജോലി ചെയ്യാം. നമ്മുടെ വീഡിയോ കണ്ടപ്പോഴും ഇപ്പം കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ ഗോകുൽ വന്ന് പാട്ട് പാടും, അല്ലെങ്കിൽ അച്ഛൻ വന്ന് പാട്ട് പാടും. അത് തന്നെ. അതല്ല ഞാനിങ്ങനെ നമ്മള് ടി വിയിലൊന്നും പാട്ടൊന്നും കേൾക്കുക അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് എല്ലാ പാട്ടിന്റെ കുറച്ചറിയാം. ഇവൻ പാടുന്നത് കേട്ട് ഇവരെപ്പോഴും പാട്ടുണ്ടല്ലോ നമ്മൾ കാണുന്ന സമയത്തല്ല, അതപ്പം കുറച്ച് എനിക്കറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മൾ കാറിൽ പോകുമ്പോഴോ ടി വിയിലൊക്കെ ഇച്ചിരി കേൾക്കുമ്പോൾ ഗോകുല് പാടുന്ന പാട്ട് അങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കും. പിന്നെ ഇവൻ പാടുന്ന പാട്ട് അതിന്റെ ഫോണിന്റെ റിംഗ് ടൂൺ വരെ. ഓ അതേതാ ആ പാട്ട്? ഏതാണ്? ഈ തെരുവിനോരങ്ങളിൽ ആ പാട്ട്
ആ പാട്ട് അമ്മ റിംഗ് ടോൺ ആയിട്ട് വരെ വെച്ചിരിക്കണത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ചലഞ്ചിലേക്ക് പോകാം. ഒരു ലിറിക് ചലഞ്ചാണ്. ഞാനൊരു പാട്ടിന്റെ ആദ്യത്തെ വരി പറയും. അപ്പം അത് അമ്മയ്ക്കായിരിക്കും ആദ്യം തരണം. അമ്മ അതിന്റെ ബാക്കി പാടണം. അത് കഴിഞ്ഞ് ഗോകുൽ, പിന്നെ അച്ഛൻ. അമ്മ ചിരിക്കണം, അമ്മ പാടുമെന്ന് അമ്മ പാടി കാണിക്കും അല്ലേ? കള്ളിപ്പൊങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ ബാക്കി. കാതിൽ മെല്ലെ ചൊല്ലുമോ കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാളിൽ കാനനം നീളെ നീ പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ. സെറ്റ്, ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അടുത്തത് ഗോകുലിന്. സൂര്യകിരീടം വീണുടഞ്ഞു. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിനി. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു. നീളും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരു. അടുത്തത് അച്ഛന്. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കുതേക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ എന്തേ ഉള്ളോർക്കുടം പോലെ തേടി. അല്ല, ഞാൻ ഈ ചലഞ്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സ്കോർ ചെയ്യും. ഞാൻ പിന്നെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം എന്ന ലിറിക്സ് ഒക്കെ. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് സ്പെഷ്യൽ കമൻസ് ആയിട്ട് ഗോകുലിന് പെട്ടെന്ന് ഹാർട്ട് ടച്ച് ചെയ്ത് ഇതിലൊക്കെ കമൻസ് എങ്ങനെയായിരുന്നു? ഹാർട്ട് ടച്ച് ചെയ്ത കമൻസ് എനിക്ക് ഞാൻ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സുഹൃത്ത് എഴുതിയാണ്, അച്ഛനെ വൈറലാക്കിയ മോനും മോനെ വൈറലാക്കിയ അച്ഛനും. അതെ, അതാണ്. അതെ അതെ. എനിക്ക് കമൻസ് ഞാൻ എല്ലാ വീഡിയോയ്ക്കും എല്ലാ കമൻസിനും ഞാൻ ലൈക്ക് കൊടുക്കും, എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും. പക്ഷേ ഈ വീഡിയോയ്ക്ക് എനിക്ക് ലൈക്കും ചെയ്യാൻ പറ്റത്തില്ല, റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇൻസ്റ്റാഗ്രാമിൽ എന്തോ 10-15 ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുകയാണ്. നമുക്ക് കമൻറ്റ് ഇടാൻ പറ്റില്ല, റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം ഞാൻ വായിക്കും. അപ്പം എല്ലാവരും പറയണത് അവർക്ക് അവരുടെ അച്ഛനെ മിസ് ചെയ്യുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ. എല്ലാവർക്കും അച്ഛനെ കാണുന്നത്. എന്നെ വിളിച്ച് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ആള് അച്ഛനോട് സംസാരിക്കാറില്ല. അപ്പോൾ അച്ഛനെ വിളിച്ച് പുള്ളി പറയാണ്, എടാ നിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അച്ഛനോട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് സംസാരിക്കാനും അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ അങ്ങനെ ഡയറക്റ്റ് മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ട്. ഇനി അച്ഛനോടും അമ്മയോടാണ്. ഗോകുലിന്റെ ഫേവറേറ്റ് സിംഗർ ആരാണ്? അവന് പക്ഷെ ഇന്നൊന്നും കേട്ടിട്ട് എല്ലാ പാട്ടും പാടും. പിന്നെ ഇന്ന സിംഗർ എന്ന് പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. ഫേവറേറ്റ് സോങ്ങോ? അതെല്ലാം പാടും, എല്ലാം പാടും. നമുക്ക് ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് എല്ലാ പാട്ടും. ഒരു കൂട്ടുകാരൻ വന്ന് പറയാ അതുപോലെ ഇന്ന പാട്ടൊന്ന് പാടാൻ പറഞ്ഞു, അന്നേരം തന്നെ പഠിക്കുക പാടുക. അവരുടെയൊക്കെ എന്നും തമിഴായിരുന്നു പാടുന്നത്. തമിഴ് പാട്ടായിരുന്നു പാടുന്നത്, ഹിന്ദി പാട്ടൊക്കെ. അമ്മയ്ക്ക് ഏത് പാട്ടാ ഗോകുൽ പാടുന്നതിൽ അല്ലെങ്കിൽ പാടണം എന്നുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതായിരിക്കും? എനിക്ക് അങ്ങനെ എല്ലാം പാടുന്ന എല്ലാം നല്ല പാട്ടുകളാണ്. ഇപ്പൊ പാട്ടല്ലാതെ ഗോകുലിനോട് ചോദിക്കുകയാണെങ്കിൽ ഗോകുലിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായിരിക്കും? എനിക്കോ? പന്ത് കളി, ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, വോളിബോൾ കളിക്കും. പാട്ടും പാടിയാണോ കളിക്കുന്നത്? ഫുട്ബോൾ കളിക്കും. അപ്പോഴും ഫീൽഡ് നിൽക്കുമ്പോൾ വെറുതെ നിൽക്കുമ്പോൾ പാട്ട് പാടാലോ, അങ്ങനെ. അപ്പം പാട്ട് കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റ് കളി. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ട്രിപ്പ് പോകുന്ന ഒരാളാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയ സമയത്ത് ട്രിപ്പ് ഒരുപാട് ഇഷ്ടമാണല്ലേ? ക്രിക്കറ്റ് വേണോ ട്രിപ്പ് വേണോ വെച്ചാൽ ഞാൻ പറയും ഞാൻ ട്രിപ്പ് പോകണം. അങ്ങനെ പ്രിഫറൻസസ് മാറി മാറി വരുന്നല്ല, കുറച്ച് ഫേവറേറ്റ് ലിസ്റ്റ് കുറച്ച് കാര്യങ്ങളാണല്ലോ. പാട്ട്, ക്രിക്കറ്റ്, ഫുട്ബോൾ, ട്രിപ്പ്, അങ്ങനെ അത്തരം കാര്യങ്ങളാണ് എൻ്റെ ഫേവറേറ്റ്. ഇപ്പം പാട്ട് പാടുന്നവർക്കെന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പം സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒരു ഫാൻ ബേസ് ഉണ്ടാവും. അതാണ് ഞാൻ ചോദിച്ചത്. എന്നെ എല്ലാം കേൾപ്പിക്കും. അങ്ങനെയൊക്കെ വരാറുണ്ടോ? വരാറുണ്ടോ? പിന്നെ എന്നെ കൂടെ സംസാരിപ്പിക്കും. ആര് വിളിച്ചാലും ഞാൻ അപ്പം അമ്മയോട് എന്നോട് പറയും, അമ്മ ഇത് കേക്കമ്മേ പറയുന്ന കേട്ടോ, ഇന്നലെ ഒന്നും കേൾപ്പിച്ചു ഒരാള് പറയുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി അത് പറയുന്നത് കേട്ടോ.
പറഞ്ഞത് അല്ല പറയുക കുഞ്ഞ് കേൾപ്പിക്കും. അത് ഞാൻ സങ്കടമായി പോയെന്ന് ഞാൻ പറഞ്ഞതാ. പിന്നെ ചില കുട്ടികളൊക്കെ സംസാരിക്കും. പ്രണയ അഭ്യർത്ഥനകളൊക്കെ വരാറുണ്ടോ അമ്മ? പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനത്തെ മെസ്സേജ് ഒക്കെ കാണിക്കാറില്ല എന്നൊന്നും പറയില്ല. വന്നാൽ തന്നെ വീട്ടിൽ വരുന്ന അവളോട് പറയുക, എന്നെ കേൾപ്പിക്കുക. ഇതുപോലെ ഒരു ആള് ചോദിച്ചു. അപ്പൊ ഒത്തിരി പേര് അഭ്യർത്ഥിച്ച് നേരെ പറഞ്ഞിട്ടുണ്ട്. അതെ, അവളോട് പറയും, അവൾ എന്നോട് പറയും. അത് തന്നെ, എന്നോട് എല്ലാം പറയത്തുള്ളൂ. അപ്പൊ അമ്മ എന്താ പറയാ? അമ്മയും ചിരിക്കും, ഞാനും ചിരിക്കും. ഇതുവരെ ആരെങ്കിലും കമ്മിറ്റഡ് ആണോ ഗൂഗിൾ, അതോ സിംഗിൾ ആണോ? എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കറിയത്തില്ല എന്താണ് പറയാ. ഞാൻ പറഞ്ഞേക്കുന്നത് പക്ഷെ എന്നോട് പറയണമെന്നാ പറയുന്നേ. ആൾക്കാര് പറഞ്ഞറിയാതെ അമ്മയോട് അത് പറയണേന്നാ ഞാൻ രണ്ടുപേരോടും പറയുന്നത്. ആദ്യം അമ്മയോട് പറയണ മോനെ എന്നൊക്കെ. അപ്പൊ എങ്ങനെയുള്ള ഒരു പാട്ടുകാരിയെ തന്നെയാണോ ഇഷ്ടം? അല്ലെ പാട്ടിനോട് അങ്ങനെയുള്ളൊരു പാട്ട് കുടുംബമായതുകൊണ്ട്? പാട്ടുകാരെന്ന് അങ്ങനെ പ്രിഫറൻസ് ഒന്നുമല്ല, പാട്ടല്ലല്ലോ മെയിൻ. നമ്മള് ആസ്വദിക്കണം, പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. പാടിയില്ല, ഞാൻ പാട്ട് കേൾക്കുമ്പോൾ നിർത്തിയിട്ട് പോടാന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ റീലൊക്കെ ചെയ്യുന്നു, നീയും ഇനി വൈറലാവാനുള്ളതാന്നൊക്കെ. അതെ അതെ, അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ പഠിച്ചതൊക്കെ എന്താണ്? ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആയിരുന്നു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ വർക്ക് ചെയ്യുന്നത് കോർ ഫീൽഡ് തന്നെയാണ്, ഡിസൈനർ, മീൻസ് ഹാർഡ്വെയർ എഞ്ചിനീയറാണ് ഞാൻ. അപ്പോൾ എനിക്കൊരിത്, അതായത് ഇപ്പം അമ്മയ്ക്ക് വേണ്ടി പാട്ടുപാടി, അച്ഛന് വേണ്ടി പാട്ടുപാടി, 2 പേർക്ക് നമ്മൾ പാട്ടുപാടി, ഇനി എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട്, ആങ്കർക്ക് വേണ്ടി ഒരു പാട്ട് എന്നെ നോക്കിയിട്ട് അതിലധികം ആലോചിക്കൊന്നും വേണ്ടേ? ഓൾറെഡി പ്ലാൻഡ് ആണെന്നൊക്കെ. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ കേൾക്കാം. എന്റെ പേര് ചിപ്പി എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുന്നത്. അല്ല, ഗോകുൽ ഏതോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് പെട്ടെന്ന്. നീ കവിതകളായി കനവുകളായി കയൽവിഴിയേ, நான் நிகழ்வதுவா கடந்ததுவா பதில் மொழியே, உன்னோடு நஞ்சம் உறவாடும் வேளை தண்ணீர் கமலம் தானா, முகங்காட்டு நீ முழுவெண் பனி மூடாத நீ இதழோரமா சிறு புன்னகை நீ காட்டு நீ മുല്ലേ. അവിടെ പുറകിരുന്ന് ക്യാമറാമാൻ എന്നെ ചിരിപ്പിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അങ്ങനെ അടുത്ത എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ അടുത്ത വൈറൽ ഇതാണ്, ആങ്കറിന് വേണ്ടി ഗൂഗിൾ പാടിയ പാട്ട് ഇതാണ് അല്ലേ? അങ്ങനെ പൊക്കോട്ടെ, അങ്ങനെ വൈറൽ ആവട്ടെ ഇനിയൊക്കെ. ഇനി എന്താണ് ഫ്യൂച്ചർ പരിപാടികൾ, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്തൊക്കെയാണ് ഇനി പ്ലാൻ? പാട്ടിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ? പാട്ടിലേക്ക് കോൺസെൻട്രേറ്റ് വെച്ചാൽ പാട്ട് എൻ്റെ പ്രൊഫഷൻ ഒന്നാണ്. എൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. അപ്പം പ്രൊഫഷൻ്റെ കൂടെ തന്നെ പാട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ്. എനിക്കൊന്നും ഇപ്പോൾ കവർ സോങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിംഗർ എന്നതിനേക്കാൾ ഉപരി അങ്ങനെ എന്തെങ്കിലും കമ്പോസർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഉണ്ടോ? ദൈവം സഹായിച്ച് എനിക്ക് പാടാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. എനിക്ക് ലിറിക്സ് എഴുതാൻ നല്ല ട്യൂണും വരില്ല. ആരെങ്കിലും പാട്ട് പറഞ്ഞാൽ ഞാൻ പറയും, മക്കളെ പാട്ട് പറ, ഞാൻ പാടിത്തരാം, എനിക്ക് എഴുതാൻ അറിഞ്ഞുകൂടാന്ന് പറയും. അപ്പം കമ്പോസർ ആകാനും ഒന്നും താല്പര്യമില്ല. മീൻസ് ഞാനിപ്പോൾ എൻ്റെ ആകെ ഒരു ഇതേ ഉള്ളൂ, എനിക്ക് ആരെങ്കിലും ഒരാളോട് പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ പാട്ട് പാടുക, എൻ്റെ പാട്ട് കേട്ട് ആർക്കെങ്കിലും സന്തോഷം വരുന്നെങ്കിൽ എനിക്ക് സന്തോഷം, അതാണ് എൻ്റെ ഒരു ലൈന്. ഇപ്പം അച്ഛനോടും അമ്മയോടും ഇപ്പം ഗോകുൽ ഇപ്പം ഈ പാട്ടൊക്കെ പാടി ഇപ്പം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു റെസ്പോൺസസ് കാര്യങ്ങളൊക്കെ വൈറൽ കയറില്ല. അപ്പം സോങ്ങിലേക്ക് തന്നെ തിരിയണം എന്ന് അച്ഛൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം എന്നായിരുന്നോ? അല്ലെങ്കിൽ ഒരു മോൻ പറഞ്ഞുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ഉള്ളൂ, അവരെന്നെ തീരുമാനിക്കുന്നില്ല. എല്ലാ തീരുമാനങ്ങളും അവർക്ക് തന്നെ, അത് അവരുടെ തീരുമാനം നമ്മോട് ഫ്രീ ആയിട്ട് പറയുന്നത്. രണ്ടും നമ്മള് അച്ഛനോടും അമ്മയോടും അവരുടെ അഭിപ്രായങ്ങളെല്ലാം ഒരു കളങ്കമില്ലാത്തതിലൂടെ പറയുന്നുണ്ട്.
അപ്പം പിന്നെ അവരുടെ ഇഷ്ടം പോലെ നമ്മളിങ്ങനെ അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുകയല്ലേ. അതുപോലെ തന്നെ അച്ഛൻ ഒരുപാട് കുട്ടികളുണ്ട് ഇന്നത്തെ കാലത്താണെങ്കിൽ പോലും ഇങ്ങനെ ഒരുപാട് കമന്റ് ബോക്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സ്നേഹം ഞങ്ങൾക്ക് കിട്ടണില്ല അല്ലെ അങ്ങനത്തെ ഒരുപാട് കമന്റ്. അപ്പം അച്ഛന്മാരെന്ന് പറയുമ്പം പൊതുവെ എക്സ്പ്രസ് ചെയ്യാത്തവരാണ്. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ പോലും അച്ഛനുള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ നമ്മളെ അടുത്ത് അങ്ങനെ പ്രകടിപ്പിച്ചു എന്ന് വരില്ല. നമ്മൾ ചില മൊമെന്റിലായിരിക്കും നമ്മളത് തിരിച്ചറിയുന്നത്. അപ്പോൾ പലർക്കും തിരിച്ചറിയുമ്പോൾ വൈകിപ്പോയെന്നൊക്കെ ഇരിക്കും. അപ്പം അച്ഛൻ എന്താണ് ഈ ഒരു അവസരത്തിൽ എല്ലാ കുട്ടികളോടും ഞങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താണ്? അത് പറഞ്ഞാൽ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളും അവരവരുടെ അച്ഛനെയും അമ്മയും സംരക്ഷിക്കണം. അവരുടെ നേരെ എപ്പോഴും ഒരു കണ്ണ് വേണമെന്നുള്ളതാണ്. അങ്ങനെ വേണം, അങ്ങനെ അവരെ കരുതണം. കാരണം കുഞ്ഞിനെ പോലെ എന്തുമാത്രം കരുതിയാണ് അവരെ നമ്മൾ വളർത്തിയത്. ആ ഒരു ചിന്താഗതി എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണം. എല്ലാവരും മാതാപിതാക്കളെ സംരക്ഷിക്കണം. ഇനി നിങ്ങൾ 3 പേരും കൂടി ഒരു പാട്ട് പാടി നമുക്ക് ഈ ഒരു പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ 3 പേരും കൂടി ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലതികേ. എന്നും എന്നും എൻ മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൽ കുഞ്ഞുമായി കുളിരായി നീ അരികേ. ഒരു പൂവിൻ്റെ പേരിൽ നീ ഇളനീതരായും ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നു. ഇനി നിമിഷം വാചാലം. ഇവരുടെ ഈ സ്നേഹത്തിലാണ് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഇവർ ലൈവായിട്ട് കാണുമ്പോഴും എന്താ പറയുന്ന ഒരു ബ്ലെസ്ഡ് ഫാമിലി തന്നെയാണ്. കാരണം ഈ സ്നേഹം കാണുമ്പോൾ നമ്മുടെ കണ്ണിലും ആ ഒരു സന്തോഷവും സ്നേഹവും പല ഇമോഷൻസ് ഇങ്ങനെ വരികയാണ്. അത് ആ വീഡിയോയിലും ഇപ്പം എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴാണെങ്കിലും എത്രമാത്രം ബോണ്ടഡ് ആണ് എന്ന്. അപ്പം ഇതുപോലെ തന്നെ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലേക്ക് തരിക. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. സോ എല്ലാവരുടെയും സ്നേഹത്തിന് ഇപ്പം എന്താണ് ഗോകുലിന് പറയാനുള്ളത്? എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി. ഒരിക്കലും പ്രതീക്ഷിച്ച് ഇത്ര വൈറലാകുമെന്ന്. അമ്മയുടെ വീഡിയോ ഇട്ടപ്പോഴും പ്രതീക്ഷിച്ചില്ല, അച്ഛൻ്റെ വീഡിയോ ഇട്ടപ്പോഴും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഞാൻ ചെയ്തൊരു വീഡിയോയിലൂടെ ഇത്രയും പേർക്ക് കുറച്ചെങ്കിലും നമ്മുടെ സമൂഹത്തിലെ കുറച്ച് സ്നേഹം പകർന്നു കൊടുക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. താങ്ക് യു.